Good morning, dear traders. Welcome back to another video of pre-market analysis by Currency Pips. നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രീ മാർക്കറ്റ് അനാലിസിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് നമുക്ക് യൂറോ USD രണ്ട് വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വ്യൂവും ബെയറിഷ് തന്നെയാണ്. നമ്മൾ ബുള്ളിഷ് ഒന്നല്ല യൂറോ USD. ആ പറഞ്ഞ രണ്ട് വ്യൂസ് എന്താണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള FEGയിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ 4 ഹവർ ടൈം ഫ്രെയിമിലുള്ള ഇതായിരുന്നു ഫസ്റ്റ് വ്യൂ. 4 ഹവർ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ബെയറിഷ് ഫെയിലിയർ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് താഴത്തേക്ക് സെൽ ലിക്വിഡിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലൊക്കെ വരുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലോട്ട് ചെയ്ത നമ്മുടെ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇന്നലെ ഒരു ബുള്ളിഷ് FEG ആയിട്ട് ആക്ട് ചെയ്തു. മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് FEG ആക്ട് ചെയ്തിട്ട് അവിടെ നിന്നായിരുന്നു ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത ഈ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് എത്തിയേക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റീട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഇനഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലണ്ടനിൽ കയറുന്ന വോളിയം വരുന്ന ഇനഫിഷ്യൻസീസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് USD ഷോർട്ട് ചെയ്യണോ അല്ലോ വേണ്ടയോ. എന്തായാലും ഡെഫിനറ്റ്ലി ലോങ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഷോർട്ട്സ് തന്നെയാണ് വ്യൂ. അപ്പോൾ ഷോർട്ട്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ലണ്ടനിലുള്ള പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കും. ഓക്കെ, ഐ എം സ്റ്റിൽ ബെയറിഷ് ഓൺ USD. ബുള്ളിഷ് ആവാനും മാത്രം കൺഫർമേഷൻസ് നമുക്കിപ്പോൾ തൽക്കാലമില്ല. ആൻഡ് നെക്സ്റ്റ് നമുക്ക് US ഡോളർ നോക്കാം. US ഡോളറിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് US ഡോളറിൽ ബുള്ളിഷ് ആയിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ മുതലേ നമ്മൾ US ഡോളറിൽ ബെയറിഷ് ആയിരുന്നു, ബുള്ളിഷ് ആയിരുന്നു. ഇനി ബെയറിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് നല്ലൊരു ഇനഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെല്ലേഴ്സിന് വേണ്ട രീതിയിൽ ഇനഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ ഫെയിലായി. ബയേഴ്സ് വീണ്ടും സ്റ്റെപ്പിനായിട്ടുണ്ട്. അപ്പം പിന്നെ ഇന്നലെ ഇൻട്രാഡേ ബേസിസിൽ നമ്മൾ പറഞ്ഞ വ്യൂ ഇതായിരുന്നു. ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് 4 ഹവർ ടൈം ഫ്രെയിമിലുള്ള ഇന്നലെ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ഇതായിരുന്നു നമ്മൾ US ഡോളറിൽ വെച്ച ടാർഗറ്റ്. അത് ഇന്നലെ തന്നെ അച്ചീവ് ആയി. അതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി അടുത്തതായിട്ട് എന്താണ് ഞാൻ പേഴ്സണലി ആന്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതിപ്പോൾ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ബയേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ എന്താണ് ഡോളറിന്റെ പൊക്കത്തേക്ക് പുഷ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ USD നമുക്കിന്ന് ഷോർട്സ് ആന്റിസിപ്പേറ്റ് ചെയ്യാം USD. ഓക്കെ, ആൻഡ് ഫൈനലി ഗോൾഡിന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബെയറിഷ് ആയിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞ വമ്പൻ ഓപ്പർച്യൂണിറ്റി എല്ലാം കഴിഞ്ഞു. സ്വർണം വീണ്ടും ഇടിഞ്ഞു. ഗോൾഡ് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ദിവസമായിട്ട് ഗോൾഡിൽ ബെയറിഷ് ആയിരുന്നു. ആൻഡ് ആ വ്യൂവിൽ ഒരു വ്യത്യാസമില്ല. ഐ എം സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ലണ്ടനിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ന്യൂയോർക്ക് ടൈമിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, ന്യൂയോർക്കിൽ അമേരിക്കയിലും പൊതുവെ കുറവാണ്. ആൻഡ് ഗോൾഡിന് അവസാനമായിട്ട് പറയാനുള്ളത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ഒരു ഡൗൺഫോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഗോൾഡിൽ ബെയറിഷ് തന്നെയാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എത്തുന്നത് വരെ. ഓർഡർ ബ്ലോക്ക് അല്ലാതെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നാണ് ഒരു വിശ്വാസം. അതെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണത്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്തുന്നത് വരെ ഞാൻ ബെയറിഷ് തന്നെയാണ്. സോ ബെയറിഷ് ഓപ്പർച്യൂണിറ്റീസ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ 5 and 15 മിനിറ്റിലാണ് ട്രേഡ് എടുക്കുന്നത്. ആ ടൈം ഫ്രെയിമിൽ നല്ല ബെയറിഷ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗോൾഡ് ഇനിയും ഷോർട്ട് ചെയ്യും. സോ അത്രേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ന്യൂയോർക്കിൽ ഒരു ഇവന്റ് ഉണ്ട്. ആ ഇവന്റ് ഇതാണ് കോർ PCE പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇത് നമ്മുടെ CPIയുടെ ഒരു അനിയനായിട്ട് വരും. നല്ല മൊമെന്റം എക്സ്പെക്ട് ചെയ്തു. SL ഒക്കെ അടിച്ചു കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉള്ള ഒരു ന്യൂസ് തന്നെയാണ്. സോ ഞാൻ ഇന്ന് പേഴ്സണലി ലണ്ടനിൽ മാത്രമേ ട്രേഡുകൾ നോക്കുന്നുള്ളൂ. ഞാൻ ഈ വീക്കിലൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ ഞാൻ ട്രേഡൊന്നും ഫോഴ്സ് ചെയ്തില്ല. കാരണം ഫ്രൈഡേ എനിക്ക് പേഴ്സണലി ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു ദിവസമാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്കിനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നമ്മൾ ഈ അടുത്ത തിങ്കളാഴ്ച വരുന്നതായിരിക്കും. കറൻസി പിപ്സ് വരുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫ്രം കറൻസി പിപ്സ്.